ക്ഷേത്രസന്നിധി. നമസ്കാരം. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ ആനന്ദാനത്ത് ഭഗവതി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് മുടക്കുഴ എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ശ്രീ ആനന്ദാനത്ത് ഭഗവതി ക്ഷേത്രം. നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു. ക്ഷേത്രസന്നിധി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീ ആനന്ദാനത്ത് ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. ശ്രീ ആനന്ദാനത്ത് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ കൃത്യമായ കാലപ്പഴക്കം നിർണ്ണയിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കം കണക്കാക്കപ്പെടുന്നു. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് അതിമനോഹരമായ ചതുര ശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി മഞ്ഞും മഴയും വെയിലും കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി സ്വയംഭൂവായി തീർന്ന ശ്രീ വനദുർഗാദേവിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഈ വനദുർഗാദേവിയോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തോടെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കീഴ്ക്കാവിൽ അതിമനോഹരമായ ചതുര ശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ഭദ്രകാളി അമ്മയ്ക്കും ഈ ക്ഷേത്രത്തിൽ തുല്യ പ്രാധാന്യമാണ് നൽകി വരുന്നത്. കൂടാതെ ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് വനദുർഗാദേവിയുടെ ശ്രീകോവിലിന് തെക്ക് പടിഞ്ഞാറ് മാറി ചെറിയൊരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി മഹാഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ചെറിയൊരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ശ്രീ ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ചെറിയൊരു ശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. ഈ ബ്രഹ്മരക്ഷസിൻ്റെ ശ്രീകോവിലിന് തൊട്ടടുത്തായി തെക്ക് ഭാഗത്തായി ഒരു തറയിൽ പടിഞ്ഞാറ് ദർശനമായി നാഗരാജാവ്, നാഗയക്ഷി എന്നിവരുടെ പ്രതിഷ്ഠയുമുണ്ട്. ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. ക്ഷേത്രസന്നിധി. ശ്രീ ആനന്ദാനത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിനകത്ത് സ്വയംഭൂവായി തീർന്ന ശ്രീ വനദുർഗാദേവി ത്രിമൂർത്തികളാൽ ആരാധിക്കപ്പെടുന്ന സന്തോഷവതിയും അതിസുന്ദരിയുമായ ആദിപരാശക്തിയായ ആനന്ദാനത്ത് ഭഗവതിയാണ്. സന്തോഷവതിയായ ഈ ആദിപരാശക്തിയുടെ മുന്നിൽ നിങ്ങൾ സന്തോഷപൂർവ്വം നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏതൊരാഗ്രഹവും ഈ ഭഗവതി സാധിച്ചു തരും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും. എന്നാൽ തുല്യ പ്രാധാന്യത്തോടെ കീഴ്ക്കാവിൽ രൗദ്രഭാവത്തിൽ കുടിയിരിക്കുന്ന ഭദ്രകാളിയമ്മ ആനന്ദാനത്ത് ഭഗവതിയുടെ സഹോദരി ഭാവത്തിലാണ് കീഴ്ക്കാവിൽ കുടിയിരിക്കുന്നത്. ഈ കീഴ്ക്കാവിൽ കുടിയിരിക്കുന്ന ഭദ്രകാളിയമ്മ നിങ്ങളുടെ സർവ്വരോഗ ദുരിതങ്ങളും ശത്രുദോഷങ്ങളും ആഭിചാര ദോഷങ്ങളും ഇല്ലാതെയാക്കി നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന അമ്മയാണ്. ഒരമ്മയെപ്പോലെ നിങ്ങളുടെ തെറ്റുകൾക്ക് ശിക്ഷിക്കുകയും അതോടൊപ്പം നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന രൗദ്രരൂപിണിയായ അമ്മയാണ് ഈ ക്ഷേത്രത്തിലെ കീഴ്ക്കാവിൽ വാണരുളുന്ന ശ്രീ ഭദ്രകാളി അമ്മ. ഈ അമ്മ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രനടയിൽ പ്രാർത്ഥനകൾക്കും നാമജപങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം ഈ കീഴ്ക്കാവ് ഭഗവതി ദർശനം. അനാവശ്യ സംസാരങ്ങൾ ഈ ക്ഷേത്രനടയിൽ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഈ ക്ഷേത്ര ദർശനം നടത്തുന്ന സ്ത്രീകൾ മുടി അഴിച്ചിട്ട് ഭഗവതിയെ ദർശനം ചെയ്യുവാനും പാടില്ല. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ ശാസ്താവിനുമുണ്ട് മറ്റൊരു പ്രത്യേകത. മറ്റുള്ള ശാസ്താക്ഷേത്രങ്ങളിൽ ശനിദോഷ നിവാരണത്തിനായി എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കറിവുള്ള കാര്യമാണല്ലോ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ശാസ്താവിന് മുന്നിൽ എള്ളുതിരി കത്തിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ശാസ്താവിൻ്റെ അരുൾപ്പാട്. ഈ ശ്രീകോവിലിനകത്ത് കുടിയിരിക്കുന്ന ശാസ്താവ് ധാന്യങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന സംരക്ഷിക്കുന്ന ശാസ്താവായതിനാലാണ് ഈ എള്ളുതിരി കത്തിക്കൽ വഴിപാട് ഈ ക്ഷേത്രനടയിൽ നടത്താത്തതിൻ്റെ കാരണം. ഈ ശാസ്താവിൻ്റെ തിരുനടയിലെത്തി പ്രാർത്ഥിച്ചാൽ മാത്രം മതി, സർവ്വ ഐശ്വര്യങ്ങളും കനിഞ്ഞനുഗ്രഹിക്കും ഈ ആനന്ദാനത്ത് ക്ഷേത്രത്തിലെ ശാസ്താവ്. അതുപോലെ തന്നെ ഈ ആനന്ദാനത്ത് ഭഗവതി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഭഗവതി എങ്ങനെയാണ് ഈ ഗ്രാമത്തിൽ ഇവിടെ സ്വയംഭൂവായി കുടികൊണ്ടത്? ആ ഐതിഹ്യ കഥ നിങ്ങളുടെ അറിവിലേക്കായി പറയാം. ക്ഷേത്രസന്നിധി. അതിപുരാതന കാലത്ത്
ഇപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം ഘോരവനമായിരുന്നു. ആ വനത്തിനുള്ളിൽ ഒരു ദിവ്യൻ തപസ് അനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സംപ്രീതയായ വനദുർഗാദേവി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവതിയെ കണ്ട് ദിവ്യൻ അതീവ സന്തോഷവാനായി. തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവതിയോട് ഇവിടെ കുടികൊള്ളണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. അങ്ങനെ ദിവ്യൻ്റെ ആഗ്രഹപ്രകാരം ഭക്തവത്സലയായ ദേവി ഇവിടെ സ്വയംഭൂവായി കുടികൊള്ളുകയായിരുന്നു. വനത്തിനുള്ളിൽ സർവൈശ്വര്യ വരദായിനിയായി സ്വയംഭൂവായി തീർന്ന ദേവിയെ ദിവ്യൻ ആരാധിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി വന്നു. പിന്നെയും കുറേ നൂറ്റാണ്ടുകൾ കടന്നുപോയി. ഈ നൂറ്റാണ്ടുകൾക്കിടയിൽ ഈ പ്രദേശത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും ദേവിയുടെ ചൈതന്യത്തിന് ഒരു കുറവും സംഭവിച്ചില്ല. ആ നൂറ്റാണ്ടുകൾക്കിടയിൽ പലരും ദേവിയെ കണ്ടെത്തുകയും മഹാക്ഷേത്രങ്ങൾ പണിത് ആരാധിച്ചു വരികയും ചെയ്തിരുന്നു. പിന്നീട് എപ്പോഴോ ആ കാലഘട്ടവും കടന്നുപോയി. ഈ പ്രദേശം അന്യാധീനപ്പെട്ട് വീണ്ടും വനമേഖലയായി മാറി. ഈ വനത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ജനവാസവും ആരംഭിച്ചു. അങ്ങനെയിരിക്കെ ഒരു നാൾ സമീപവാസികളായ കുറച്ച് സ്ത്രീകൾ ഈ വനത്തിൽ പുല്ലരിയുവാനായി എത്തി. അവർ വനത്തിനുള്ളിൽ കയറി പുല്ലരിയുവാൻ ആരംഭിച്ചു. അങ്ങനെ അവർ പുല്ലരിയുന്നതിനിടെ അതിലൊരു പുലയ സ്ത്രീയുടെ അരിവാൾ ദേവി ചൈതന്യം നിറഞ്ഞു നിന്ന കല്ലിൽ ഉരസുകയും കല്ലിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകുകയും ചെയ്തു. ഇത് കണ്ട സ്ത്രീകൾ ഉച്ചത്തിൽ നിലവിളിക്കുകയും ആ സാധു സ്ത്രീ ബോധരഹിതയായി വീഴുകയും ചെയ്തു. അങ്ങനെ അവർ ഈ വിവരം അന്നത്തെ നാട്ടുപ്രമാണിയായിരുന്ന തേവർമഠം കാരണവരെ അറിയിച്ചു. തേവർമഠം കാരണവർ ഇവിടെ എത്തി ഇവിടെ എന്തോ ചൈതന്യമുള്ളതായി മനസ്സിലാക്കുകയും അദ്ദേഹം വിവരം അടുത്തുള്ള നമ്പൂതിരി മനയിൽ അറിയിക്കുകയും ചെയ്തു. നമ്പൂതിരി മനയിൽ നിന്നും മുതിർന്ന കാരണവർ ഇവിടെ എത്തുകയും ഇവിടെ ദേവി ചൈതന്യം മനസ്സിലാക്കി അദ്ദേഹം വിളക്ക് കൊളുത്തി പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സ്വയംഭൂ ദേവിക്ക് പൂജാതി കർമ്മങ്ങൾ വീണ്ടും ആരംഭിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇവിടെ തപസ് അനുഷ്ഠിച്ച തൻ്റെ ഭക്തന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവതി തൻ്റെ ഭക്തൻ്റെ ആഗ്രഹപ്രകാരമാണ് ഈ പ്രദേശത്ത് കുടികൊണ്ടത്. അത്രയ്ക്കും ഭക്തവത്സലയാണ് ഈ ഭഗവതി. അതുകൊണ്ട് തന്നെ ഈ ആനന്ദാനത്ത് ഭഗവതി ക്ഷേത്രത്തിലെ സന്തോഷവതിയായ വനദുർഗയായ ഭഗവതി തൻ്റെ ഭക്തജനങ്ങളുടെ ഏതൊരാഗ്രഹവും സാധിച്ചു തരുന്ന അമ്മയായും ഭഗവതിയായും ഇവിടെ വാണരുളുന്നു. സ്വയംഭൂവായിട്ടുള്ള വനദുർഗയാവുകൊണ്ട് അതിന് ശക്തി കൂടുതലുണ്ട്. അതാണ് പ്രാധാന്യം കൂടുതൽ. വർഷങ്ങളായിട്ടുള്ള ഭഗവതിയുടെ ബിംബമാണ്. അത് ഒരു മാറ്റവും അങ്ങനെ തന്നെ നിൽക്കും. കുറേശ്ശെ വളർച്ചയുണ്ടെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അത് തിങ്കളാഴ്ച തോറും സ്വയംവരാർച്ചന, കല്യാണം നടക്കാനായിട്ട് സ്വയംവരാർച്ചന വളരെ ഫലസിദ്ധിയുള്ളതാണ്. തിങ്കളാഴ്ച തോറും വെളുത്ത പൂവുകൊണ്ട് രാവിലെ സ്വയംവരാർച്ചന നടത്തുമ്പോൾ, അതുപോലെ പട്ടും താലിയിൽ നടത്തിക്കോളാം വയ്ക്കുക. നടന്നു കഴിഞ്ഞാൽ കല്യാണം നടന്നാൽ നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് നടക്കി വെച്ചോളാമെന്ന് നേരും. അതാണ് വളരെ വിശേഷപ്പെട്ട വിവാഹം നടക്കാനായിട്ട്. പലർക്കും നടക്കാറുണ്ട് അങ്ങനെയുള്ള. ആനന്ദാനത്ത് ഭഗവതി ക്ഷേത്രത്തിൽ കിഴക്കാവിൽ ഭദ്രകാളിക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വലിയ ഗുരുതി പതിവുണ്ട്, 3 ഉരുളി ഗുരുതിയായിട്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ശത്രുദോഷം ശക്തമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറാൻ വളരെ നല്ലതാണ്. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും ശത്രുദോഷം മാറാനും പ്രധാനപ്പെട്ട വഴിപാടാണ് വലിയ ഗുരുതി. അത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് നടത്താറ്. കൈവട്ട ഗുരുതി, ശത്രു സംഹാര ഗുരുതി പുഷ്പാഞ്ജലി. കുട്ടികൾക്കുണ്ടാകുന്ന രോഗദുരിതങ്ങൾ തീരാൻ, അതുപോലെ കുടുംബത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറാൻ വേണ്ടി കൈവട്ട ഗുരുതി, അതുപോലെ തന്നെ ഗുരുതി പുഷ്പാഞ്ജലി ഇത് വളരെ വിശേഷമാണ് നടത്താറുള്ളത്. അത് ദിവസമുള്ള വഴിപാടുകളാണ്. ആനന്ദാനത്ത് ഭഗവതി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് വെളുത്ത പട്ട് ദുർഗാ ഭഗവതിക്കും ചുവന്ന പട്ട് ഭദ്രകാളിക്കും ചേർത്ത. അതുകൊണ്ട് കുടുംബത്തിൽ
ജനങ്ങൾക്കുണ്ടാകുന്ന രോഗദുരിതങ്ങൾ തീരാനും അതുപോലെ സർവൈശ്വര്യത്തിനും വളരെ വിശേഷപ്പെട്ട വീടാണ്. സാധാരണ ഫലസിദ്ധി കിട്ടിയിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ട്. നിവേദ്യങ്ങൾ കദളിപ്പഴം നിവേദിച്ചാൽ, കല്ലും നെല്ലും കദളിപ്പഴം നിവേദിച്ചാൽ ദൈവം മറക്കില്ല എന്ന് പറയാം. വളരെ വിശേഷപ്പെട്ട നിവേദ്യമാണ് കദളിപ്പഴം നിവേദ്യം. അതാണ് പ്രധാനപ്പെട്ട നിവേദ്യമായിട്ടുള്ളത്. പിന്നെ പായസം, കൂട്ടുപായസങ്ങൾ ദുർഗയ്ക്ക് വളരെ വിശേഷമാണ്. കടുംപായസം ഭദ്രകാളിക്ക് വളരെ വിശേഷമാണ്. ഇതാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ. ബ്രഹ്മരക്ഷത്തിന് പാൽപ്പായസം, പത്മമിട്ട് നിവേദ്യമുണ്ട്. പിന്നെ നിവേദ്യം അവിടെ എല്ലാ വ്യാഴാഴ്ച തോറും ഉണ്ട്. ബ്രഹ്മരക്ഷസിൻ്റെ വഴിപാട് കൊണ്ട് സ്ഥലസംബന്ധമായ ദോഷങ്ങൾ, ഗൃഹത്തിൽ ഐശ്വര്യം ഉണ്ടാവും, സ്ഥലസംബന്ധമായ ദോഷങ്ങൾ തീരും. അതുപോലെ തന്നെ സർപ്പത്തിന് നൂറും പാലും, അത് ആയില്യം തോറുമുണ്ട്. വളരെ വിശേഷപ്പെട്ടതാണ്. സ്ഥലസംബന്ധമായ സർപ്പദുരിതങ്ങളെല്ലാം കുടുംബത്തിൽ നിന്ന് മാറിക്കിട്ടും. കുടുംബജനങ്ങൾക്ക്, സന്താന പരമ്പരകൾക്ക് സർവ്വ ഐശ്വര്യം ലഭിക്കാനായിട്ടാണ് സർപ്പത്തിന് നൂറും പാലും കൊടുക്കുക. ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനമുണ്ട്, എള്ള് കിഴിയുണ്ട്. തേങ്ങ കൊടുത്തിട്ട് നെയ്തിരി കത്തിച്ച് നീരാഞ്ജനമായിട്ട് നടത്തും. അതാണ് നീരാഞ്ജനം. ശനിയാഴ്ച തോറും നടത്താറുണ്ട്. പിന്നെ എള്ള് പായസം നേദിക്കും. ഞാനിവിടെ 8 വർഷമായി കല്യാണം കഴിഞ്ഞ് വന്നിട്ട്. എൻ്റെ നാട് തൃശ്ശൂരാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ദിവസവും വരുന്നൊരു അമ്പലമാണ് നമ്മുടെ ചോറ്റാനിക്കര അമ്പലം പോലെ. മോൾക്കാവ്, കീഴ്ക്കാവ് അങ്ങനെ എല്ലാം ഉണ്ട്. അതേ ശക്തിയുള്ള ഒരു ദേവീക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളും എല്ലാം ഞങ്ങൾക്ക് അനുഭവങ്ങളിലുണ്ട്. പിന്നെ ഉത്സവങ്ങളിലായാലും ഇവിടെ മെയിനായിട്ട് സ്ത്രീകൾ വ്രതം എടുത്തിട്ട്, തലേദിവസം വ്രതം എടുത്തിട്ട് വിളക്ക് പിടിക്കുന്നുണ്ട്. അതിന് ഭയങ്കര വിശ്വാസവും കാര്യങ്ങളാണ്. 2 ദിവസം ചെയ്യും. ഉത്സവത്തിൻ്റെ അന്ന് അവസാന ദിവസമായാണ് വിളക്ക് പിടിക്കുന്നത്. അപ്പോൾ അതിൽ ഞാനും ഒരു വ്രതമൊക്കെ എടുത്ത് ചെയ്യാറുണ്ട്. അതിലെനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, എനിക്കിങ്ങനെ ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് കൊച്ചുണ്ടാവുന്നത്, കുട്ടി ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് വർഷമായിട്ട് വന്ന് പ്രാർത്ഥിക്കണതാണ്. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് മോളുണ്ടായത്. അപ്പോൾ എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട് അതിൽ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു. ആ കഷ്ടപ്പാടിലും ഞാൻ ഈ ദേവി വിചാരിക്കും ആ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തി തന്നിട്ടുണ്ട്. ഞാനിന്ന് ഈ അവസ്ഥയിൽ നിൽക്കുന്നത് തന്നെ ആ ഒരു ദേവിയുടെ അനുഗ്രഹം മൂലമാണ്. ഞാൻ എത്താവുന്നതിൻ്റെ പരമാവധി മുകളിലെത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴണം, പ്രാർത്ഥിക്കണം. ഈ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടായിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ഡോക്ടറുണ്ട്. 5-8 വർഷമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കുട്ടികളുണ്ടായിട്ടുണ്ട്. അത് അവർ എപ്പോഴും ഈ അമ്പലം ഓർത്തിരിക്കുകയും ഇവിടെ വരികയും എല്ലാ മാസവും ഭരണി നാളിൽ വരികയൊക്കെ ചെയ്യും. എനിക്ക് നല്ല നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടേതായ എല്ലാ കാര്യങ്ങളും തന്നെ ദേവിയോട് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവി എനിക്ക് ഇതാക്കി തന്നിട്ടുണ്ട്, സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ വലിയ കാര്യങ്ങൾ സാധിക്കാനായിട്ട് കീഴ്ക്കാവിൽ വലിയ ഗുരുതി നടത്താറുണ്ട്. അത് ഇപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നടത്തി വരാറുണ്ട്. അതും കഴിക്കാറുണ്ട്. പിന്നെ കടുംപായസം കഴിക്കാറുണ്ട്. കടുംപായസം നമ്മളിപ്പോൾ എന്തൊരു വിശേഷം നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും, നമ്മളിപ്പോൾ അത് വലിയ മഴയാണ്, ആ മഴയൊന്ന് മാറി കിട്ടാനായിട്ട്, നമുക്കൊരു കല്യാണം വന്നു, ഒരു കല്യാണ നിശ്ചയം വന്നു, അപ്പോൾ നമുക്കത് മാറി കിട്ടാനായിട്ട് നമ്മൾ അമ്പലത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ദേവി ഇത് ആവല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേറെ എന്നും നമ്മുടെ കൂടെ ഒരാളെ പോലെ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആനന്ദാനത്ത് ഭഗവതി ക്ഷേത്രത്തിൽ സന്തുഷ്ടഭാവത്തിൽ വണരുളുന്ന വനദുർഗാദേവിയും അതോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തോടെ ഈ ദേവിയിൽ നിന്നും വളരെ വ്യത്യസ്തമായി രൗദ്രഭാവത്തിൽ കീഴ്ക്കാവിൽ കുടിയിരിക്കുന്ന ഭദ്രകാളി അമ്മയുമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ വിശേഷ ദിവസങ്ങൾ ഏറെയാണ്. ഈ വിശേഷ ദിവസങ്ങളെല്ലാം തന്നെ അതിപ്രാധാന്യത്തോടെ ഇവിടെ കൊണ്ടാടാറുമുണ്ട്. വനദുർഗാദേവിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയെങ്കിലും കീഴ്ക്കാവിൽ കുടിയിരിക്കുന്ന ഭദ്രകാളി അമ്മയുടെ നാളായ ഭരണി നാളിൽ എല്ലാ മാസവും ഭരണിയൂട്ട് ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും മറ്റു ദേവീക്ഷേത്രങ്ങളിലെ പോലെ വലിയ ഭക്തജനത്തിരക്കാണ് ഇവിടെ. ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനൊക്കെയായി ആളുകൾ വഴിപാടുകളുമായി എത്തിച്ചേരുന്ന സന്നിധാനമാണ് ഇവിടം. ഇവിടെ ഏറ്റവും വിശേഷകരമായി നമ്മൾ കരുതുന്നത് ഭരണി നാളിലെ എല്ലാ ഭരണി നാളിലും ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം, നാമജപം, അതുപോലെ തന്നെ അന്നേ ദിവസം വിശേഷാൽ വഴിപാടുകൾ, മൃത്യുഞ്ജയ ഹോമം, ഗണപതി ഹോമം എന്നിവ നടത്തപ്പെടാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആയില്യം നാളിലും ഇവിടെ ആയില്യം പൂജ വളരെ വിശേഷകരമായിട്ടാണ് നടത്തപ്പെടാറുള്ളത്. ഒട്ടേറെ ഭക്തജനങ്ങൾ അതിൽ പങ്കെടുക്കാറുണ്ട്. എല്ലാ വ്യാഴാഴ്ചകളിലും
രക്ഷസിന് പത്മമിട്ട് പായസം നേദിക്കുന്ന ചടങ്ങ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കീഴ്ക്കാവിൽ തുല്യ പ്രാധാന്യം തന്നെയാണ്, മേൽക്കാവിലമ്മയുടെ തുല്യ പ്രാധാന്യം തന്നെയാണ് കീഴ്ക്കാവിലമ്മയ്ക്കും ഭദ്രകാളിക്ക് നൽകിയിട്ടുള്ളത്. അവിടെ എല്ലാ കാർത്തിക നാളിലും അതിവിശേഷകരമായ വഴിപാടുകൾ നടത്താറുണ്ട്. തൃക്കാർത്തിക നാളിൽ അമ്മയ്ക്ക് കദളിപ്പഴം നിവേദ്യം, അതുപോലെ തന്നെ അപ്പം നിവേദ്യം. ഭദ്രകാളിക്ക് ഭരണി നാളിൽ അടനിവേദ്യവും കദളിപ്പഴ നിവേദ്യവും വളരെ വിശേഷകരമാണ്. ഏറ്റവും വിശേഷകരമായ മറ്റൊരു സവിശേഷത, ഇവിടെ കുംഭമാസത്തിലെ അശ്വതി ഭരണി നാളുകളിൽ പറനിറ മഹോത്സവമായിട്ട് തന്നെയാണ്, വിശേഷമായിട്ട് തന്നെയാണ് ഇവിടെ കൊണ്ടാടാറുള്ളത്. ഈ ദിക്കുകളിൽ നിന്ന്, നാനാ ദിക്കുകളിൽ നിന്ന് ആളുകൾ ഇവിടെ പറനിറയ്ക്കുവാനായിട്ട് ഈ സന്നിധാനത്തിൽ എത്തിച്ചേരാറുണ്ട്. അതുപോലെ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ 10 വർഷമായിട്ട് നവാഹ ദേവി ഭാഗവത നവാഹ യജ്ഞം നടത്തി വരുന്നു. അതുപോലെ തന്നെ നവരാത്രി ആഘോഷം വളരെ വിപുലമായിട്ടാണ്, 10 ദിവസം ദേവി മഹാത്മ്യ പാരായണത്തോടുകൂടി വളരെ വിപുലമായിട്ട് തന്നെയാണ് ഇവിടെ നടത്താറുള്ളത്. വൃശ്ചികം 1 മുതൽ 41 വരെ കളമെഴുത്തുംപാട്ട് കീഴ്ക്കാവിൽ എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ. അതുപോലെ തന്നെ കീഴ്ക്കാവിൽ 3 പാത്രം ഗുരുതി വളരെ വിശേഷകരമാണ്. ഇവിടുത്തെ മറ്റൊരു വിശേഷ സുപ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് വൃശ്ചിക സംക്രാന്തി മഹോത്സവമാണ്. അത് മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ നാളുകളിലല്ല ഇവിടെ നടത്താറുള്ളത്. എല്ലാ വർഷവും വൃശ്ചികം 1-ാം തീയതിയാണ് ഇവിടുത്തെ മഹോത്സവം നടക്കുന്നത്. ഈ നാടിനും മാത്രമല്ല, ദൂരദിക്കുകളിൽ നിന്ന് പോലും അമ്മയുടെ ആശ്രിതരായി ഒട്ടനവധി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. ആനന്ദാനത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം. ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ. മധ്യ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ആദ്യം ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ് ആനന്ദാനത്ത് ഭഗവതി ക്ഷേത്രം. വൃശ്ചികം 1-നാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു വരുന്നത്. അന്നേ ദിവസം കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലൊന്നും ഇല്ലാത്ത അതിവിശിഷ്ടമായ വിളക്കുപിടി എന്ന ചടങ്ങ് ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. കൊടും കാടിനുള്ളിൽ നിന്നും ആനന്ദാനത്ത് ഭഗവതിയെ പുല്ലരിയാൻ വന്ന പുലയ സ്ത്രീകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആദ്യമായി ദേവിക്ക് വിളക്ക് തെളിയിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തിയത് തേവർമഠം കാരണവരായിരുന്നല്ലോ. ആ തേവർമഠം കാരണവരുടെ പരമ്പരയിലുള്ളവരാണ് ഇന്നും ഈ വിളക്ക് പിടിക്കൽ ചടങ്ങിന് നേതൃത്വം നൽകുന്നത്. അതൊരു അവകാശമായി ഇന്നും തുടർന്നു പോരുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഉത്സവത്തിന് ഏറെ പ്രധാനപ്പെട്ടൊരു ചടങ്ങാണ് വിത്തിടൽ ചടങ്ങും കുടതുള്ളലും. ദേവിയെ ആദ്യമായി കണ്ടെത്തിയ പുലയ സ്ത്രീയുടെ പിൻതലമുറക്കാർ നടത്തി വരുന്ന ചടങ്ങാണ് കുടതുള്ളൽ. ക്ഷേത്ര ഉത്സവത്തിൽ വളരെ പ്രധാനപ്പെട്ടതും ദേവിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതുമായ ആഘോഷമാണ് കുടതുള്ളൽ. ഈ കുടതുള്ളലിനോടൊപ്പം സ്ത്രീകൾ മുടിയാട്ടവും നടത്താറുണ്ട്. ഈ ആഘോഷങ്ങളിൽ ആനന്ദിച്ച് നിൽക്കുന്ന ദേവി ആയതിനാലാണ് ഈ ദേവിയെ ആനന്ദാനത്ത് ഭഗവതി എന്ന് ഭക്തജനങ്ങൾ വിളിക്കുന്നത്.
മധ്യകേരളത്തിൽ മണ്ഡലകാലത്തിൻ്റെ ആരംഭമായ വൃശ്ചിക 1 ഉത്സവം നടക്കുന്ന ഏക ക്ഷേത്രമാണ് ആനന്ദാനന്ദ ഭഗവതി ക്ഷേത്രം. ഇവിടെ അപൂർവങ്ങളായ പ്രത്യേക ചടങ്ങുകൾ ഉണ്ട്. അതിൽ ഒന്നാണ് വിത്തിടൽ ചടങ്ങ്, പിന്നെ കുടത്തുള്ളൽ, വിളക്ക് പിടി, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. വിത്തിടൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവി സാന്നിധ്യം ആദ്യമായി കണ്ട കുടുംബക്കാരുടെ തലമുറക്കാർ നടത്തി വരുന്ന ഒരു ചടങ്ങാണ്. അവർ ഈ പരിസരത്തുള്ള വീടുകളിൽ എല്ലാം പോയി ധാന്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് മേളങ്ങളോടും കുടത്തുള്ളി എല്ലാ വീടുകളിലും പോയി കുടതുള്ളി ഇവിടെ കൊണ്ടുവന്ന് ഭഗവതിക്ക് സമർപ്പിക്കണ ഒരു വഴിപാടാണ് കുടതുള്ളൽ. ഈ കുടതുള്ളലും വിത്തിടലും ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടായിട്ടാണ് കണ്ടുപോരുന്നത്. അതിനുശേഷം 2 മണിയോടുകൂടി വിളക്ക് പിടി എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. ദേവി സാന്നിധ്യം കണ്ട് അറിയിച്ചതിനെ തുടർന്ന് ഒരു തറവാട്ടിലെ കാർന്നവർ ഇവിടെ ദേവിക്ക് വിളക്ക് കൊളുത്തി ദേവിയെ ആരാധിച്ച അവരുടെ ഒരു അവകാശമായിട്ടായിരുന്നു ആദ്യം ഇത് നടന്നുകൊണ്ട് പോകുന്നത്. അതിനുശേഷം വിപുലമായി അതൊരു വഴിപാട് രൂപത്തിൽ മാറി. പണ്ടൊക്കെ 10-100 ആൾക്കാരൊക്കെ വിളക്ക് പിടിക്കേണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ഒരു 400-500ഓളം സ്ത്രീകൾ വിളക്ക് പിടിക്ക് വരുന്നുണ്ട്. വിവാഹം നടക്കുന്നതിനും ദീർഘസുമംഗലി യോഗത്തിനും നെടുമംഗല്യത്തിനും വേണ്ടിയാണ് ഈ സ്ത്രീകൾ ഈ വഴിപാട് നടത്തുന്നത്. ഈ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചവാദ്യവും ചെണ്ടമേളങ്ങളും ഒക്കെ അതിനോടനുബന്ധിച്ച് നടക്കാറുണ്ട്. ഈ ഉത്സവത്തിന് ഇവിടെ നിന്നും കല്യാണം കഴിച്ച് പുറമേ പോയവരും നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തി ഇതിൽ പങ്കെടുക്കാറുണ്ട്. ശ്രീ ആനന്ദാനത്ത് ഭഗവതി ക്ഷേത്രം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഭഗവതി ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും മനസ്സിലാക്കി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ക്ഷേത്ര ഭരണസമിതി കൈക്കൊണ്ടുവരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ വികസനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടാറില്ല. ഒരു സംഗതി ചെയ്യണമെന്ന് തോന്നിയാൽ അതിനുള്ള ഫണ്ട് തന്നെ ഇവിടെ വന്നു ചേരുകയാണ് പതിവ്. അങ്ങനെ പല പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത കാലത്തായിട്ട് 2018-19 കാലത്താണ് നമ്മൾ കീഴ്ക്കാവിലെ പുനരുദ്ധാരണം നടത്തിയത്. ക്ഷേത്ര ശ്രീകോവിൽ പുതുക്കി പണിത് അതിൻ്റെ പുനരുദ്ധാര പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചുറ്റമ്പലവും മതിലും ഒക്കെ പണിയേണ്ടതുണ്ട്. അതുപോലെ മേൽക്കാവിലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ നാട്ടുകാരുടെയും അതുപോലെ ഭക്തജനങ്ങളുടെയും എല്ലാവരുടെയും സഹായം അതിനുണ്ടാകണം. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാ ജനങ്ങളും വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ ക്ഷേത്ര സന്നിധി എന്ന് പറയുന്നത് വളരെ ചൈതന്യവത്തായ ഒരു ക്ഷേത്രമായിട്ടാണ് എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈ ആനന്ദാനത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും വന്ന് ഈ ഭഗവതിമാരെ ദർശനം ചെയ്ത് ആ ദർശന പുണ്യം അനുഭവിച്ചറിയുക. സർവ്വ ഐശ്വര്യവരദായിനിമാരായ വനദുർഗാദേവിയുടെയും ഭദ്രകാളി അമ്മയുടെയും ഈ ക്ഷേത്രത്തിലെ മറ്റു ഉപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി